ഇപ്പോൾ 15 ഗുണ്ടാ ലിസ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു കൂതറ സംവിധായകൻ, തമിഴ്നാട് ഭരിച്ച മുഖ്യമന്ത്രിയുടെ പേരുള്ള ഒരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മാന്യനായിട്ട് നല്ല നട്ടലുറപ്പോടെ സംസാരിക്കുന്ന ഒരു യുവനായകനുണ്ട്. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. ബേരൻ ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മലയാള സിനിമയിലെ അല്ല, ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പരദൂഷകനുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഓരോരോ വർഷങ്ങളായിട്ടല്ല, എല്ലാ കാലത്തെയും മികച്ച പരദൂഷകൻ ആര് എന്ന ഒരു മത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഭയാണ് ശാന്തിവിള ദിനേശ്. വെട്ടിത്തുറന്ന് പറയുന്നു എന്നുള്ളതാണ് ഇയാളുടെ ഒരു ഐഡൻറ്റിറ്റി. എല്ലാം വെട്ടിത്തുറന്ന് പറയും, പക്ഷേ സെലക്റ്റീവ് വെട്ടിത്തുറന്ന് പറച്ചിലാണ്. ചിലരുടെ പേരൊന്നും പറയില്ല, അത് പകുതി ഹിൻഡ് തന്നിട്ട് ഇയാൾ മുങ്ങും. പക്ഷേ ആൾ പേടിയൊന്നുമില്ലാത്ത ആളാണ്, മുഖം നോക്കാതെ സംസാരിക്കുന്ന ആളാണ് എന്നുള്ളതൊക്കെയാണ് പുള്ളിയെക്കുറിച്ചുള്ള ഒരു ധാരണ. ഞാൻ ഇയാളുടെ സംഭവം ആദ്യമായിട്ട് കാണുന്നത് ഭാഗ്യലക്ഷ്മി പേര് ഞാൻ മറന്നുപോയി, അയാളുടെ മേത്ത് കരിയോയിൽ കൊണ്ട് ഒഴിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ശാന്തിവിള ദിനേശ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അതിനുശേഷം കൊള്ളാൽ ഇയാൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാൾ ചെയ്ത മറ്റ് വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി, ശരിയാണ്, ഇയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്, എത്ര ക്ലിയറായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് രജനീകാന്തിൻ്റെ ഒരു വീഡിയോകൾ ചെയ്തു. അതിനു മുന്നേ ഭാഗ്യലക്ഷ്മിയുടെ വീഡിയോ ഞാൻ ഒറിജിനൽ കാണാൻ പോയി. അത് JP ജംഗ്ഷനിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയൊരു അഭിമുഖത്തിലാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴാണ് ഇയാൾ പറയുന്നതും യഥാർത്ഥവും തമ്മിലുള്ള ഒരു ഡീലിങ്കിങ് മനസ്സിലായത്. നിങ്ങൾ ചേരാതെ വരുന്നൊരവസ്ഥ. പകുതി കാര്യം പറയും, എന്നിട്ട് പകുതി ഇയാൾ ആഡ് ചെയ്യും. അതിനുശേഷം വേറൊരു വീഡിയോ വന്നു, അത് രജനീകാന്തുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു. നാണംകെട്ട് ഓടിപ്പോയിലെ തലൈവര എന്നോ മറ്റോ ആണ് ആ വീഡിയോയുടെ ടൈറ്റിൽ. ആ സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിയാവുന്നതുകൊണ്ടും അത് നമ്മൾ നെറ്റിൽ നോക്കിയാലും അല്ലെങ്കിൽ ചില രേഖകളൊക്കെ പരിശോധിച്ചാൽ കിട്ടുന്നൊരു സാധനമായതുകൊണ്ടും ഇയാൾ പറഞ്ഞത് മൊത്തം തള്ളല്ല പരദൂഷണമാണ് എന്ന് മനസ്സിലായി. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഇയാൾ വെട്ടിത്തുറന്ന് പറയുന്നു എന്ന ലേബലിൽ പരദൂഷണം പറച്ചിലാണ്. ആളുകളെ അങ്ങോട്ട് ദൂഷിക്കുകയാണ് ഇരുന്നിട്ട്. അങ്ങനെ ദുഷിക്കുന്നതിലൊരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംവിധായകനാണ്. കൂട്ടത്തിലൊരു യുവനടനെക്കുറിച്ച് പറയുന്നുണ്ട്, അയാളുടെ അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ 15 ഗുണ്ടാ ലിസ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു കൂതറ സംവിധായകൻ ഒരു കൂതറ കമ്പിപ്പടം എടുത്തിട്ടുണ്ട് മുമ്പ് ആദ്യകാലത്ത്. ഇപ്പോൾ അയാൾ വലിയ വലിയ പടങ്ങൾ എടുക്കുന്നത് ഒരു കമ്പിപ്പടം എടുത്തു. അത് കേരളത്തിൽ വെച്ചുമല്ല. അപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 15 ഗുണ്ടകളുടെ ലിസ്റ്റുകളുമായിട്ട് നടക്കുന്ന മര്യാദരാമനാണ്. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ഇത് പുള്ളി പേര് പറയുന്നില്ല കേട്ടോ, ഇത് ആരാണെന്ന് പറയുന്നില്ല. ചിലയിടത്ത് പുള്ളി ധൈര്യത്തോടെ പേരൊക്കെ പറയേ, ചിലയിടത്ത് പുള്ളി ധൈര്യത്തോടെ പേര് പറയില്ല. വേറൊരു സിനിമയുടെ സംവിധായകൻ ആരാണ്, സിനിമ ഏതാണ്, അതിലെ നായകൻ ആരാണെന്നൊക്കെ ഈ വീഡിയോ തന്നെ വളരെ ധൈര്യപൂർവ്വം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയാൻ പുള്ളിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, അങ്ങോട്ട് ഉറക്കുന്നില്ല ധൈര്യത്തോടെ പറയാനായിട്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 15 പേരുടെ ഗുണ്ടാ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വന്ന സംവിധായകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ട. അത് വിനയനാണ്. പുള്ളിയാണ് ഈ വിഷയത്തിൽ ഈ പറയുന്ന ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിച്ച് പ്രതികരിച്ചിട്ടുള്ള ഒരാൾ. 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കോക്കസ്, ഒരു ലോബി. ഈ വിനയൻ സംവിധാനം ചെയ്ത ഒരു കൂതറ പടം ഞാൻ കണ്ടതാണ്. ആ പടം ഞാൻ വിചാരിക്കുന്നത്, ആ പടം കൂതറയാണെന്നുണ്ടെങ്കിൽ ഈ ബംഗ്ലാവിൽ അവതരിക്ക് ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കും? കൂതറയുടെ അപ്പുറത്തേക്ക് ഒരു മോശം വാക്ക് നമുക്ക് കിട്ടാനില്ലല്ലോ, പിന്നെ എന്ത് വിശേഷിപ്പിക്കും? ആകെ വിശേഷിപ്പിക്കാവുന്നത് ശാന്തിവിള ദിനേശൻ്റെ പടം. കൂതറയുടെ അപ്പുറത്ത് നിൽക്കാവുന്ന ഒരു വാക്ക് അത് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റിലും കണ്ടിരിക്കാൻ പറ്റാത്തൊരു പടമാണ്. ഈ സിനിമ ഞാൻ കണ്ടാണെന്ന് പറഞ്ഞല്ലോ, അത്ര മോശം സിനിമയൊന്നുമല്ല. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് സിനിമയിൽ അതൊരു പക്ഷേ പറയുന്ന പോലെ കമ്പിപ്പടമെന്നോ ഒരു B-ഗ്രേഡ് മൂവിയൊന്നും പറയാൻ കഴിയില്ല. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭാര്യയ്ക്ക് മറ്റുള്ളവർ തോന്നുന്ന അഭിനിവേശം, ഇതാണ് ആ കഥയുടെ ഒരു ത്രെഡ്. കൂതറ സംവിധായകൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം. വിനയൻ്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1989 ഈ സിനിമ ഇറങ്ങുന്നത്. അതിനുശേഷം ഇയാളുടെ വലിയ ഹിറ്റായ പടങ്ങളൊന്നും കാണാനില്ല. പിന്നീട് വരുന്നത് 1995 ഇറങ്ങിയ ശിപ്പായി ലഹളയാണ്. ശിപ്പായി ലഹള അത്യാവശ്യം ഹിറ്റായ പടമാണ്. പറയുന്നത് പോലെ അൺഎക്സ്പെക്റ്റഡ് ഹിറ്റായിരുന്നു. അത് നല്ലപോലെ ഓടിയ സിനിമയാണ്. കല്യാണ സൗന്ദര്യം ദിലീപിന് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റിയൊരു പടമായിരുന്നു. അനുരാഗ കൊട്ടാരം, ദിലീപ് ജഗതി കോംബോ അത്യാവശ്യം വർക്കൗട്ടായ പടമാണ്. ആകാശഗംഗ
അതിനുശേഷം വന്ന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഇൻഡസ്ട്രി ഹിറ്റായിരുന്നില്ലേ? നായക സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിച്ച, കലാഭവൻ മണിക്ക് റൂട്ട് ചെയ്യാൻ സഹായിച്ച സിനിമയായിരുന്നു വാസന്തിയും ലക്ഷ്മിയും ഞാനും. ആർക്കെങ്കിലും തർക്കമുണ്ടോ ആ കാര്യത്തിൽ? ആ സിനിമ തമിഴിലേക്ക് പോയപ്പോൾ വിക്രം സ്ട്രഗിൾ ചെയ്യായിരുന്നു ഇൻഡസ്ട്രിയിൽ, അല്ല എത്രയോ കാലം അയാൾ സിനിമയിലുണ്ടായിരുന്നു. സേതു എന്ന സിനിമയുടെ പുള്ളിക്ക് ഒരു ഗ്രിപ്പ് കൊടുത്തത്. തുടർന്ന് വന്ന ധില്ല് നല്ലപോലെ വിജയിച്ചു. അതിനുശേഷം വന്ന പടമായിരുന്നു ഈ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ റീമേക്ക് കാശി. ആ പടം സൂപ്പർ ഹിറ്റായിരുന്നില്ലേ? ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ആ സിനിമ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പടമാണ്. ഇപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബംഗ്ലാവിൽ ഔദയെ നമ്മൾ എന്ത് വിളിക്കണം എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. എന്തായാലും ബാക്കി നമുക്ക് തുടർന്ന് കാണാം. അതിലെ നായിക നല്ല സിനിമകളിൽ തുടക്കം കുറിച്ച് ആർട്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നായികയായിരുന്നു. അവർക്ക് അവസരം കുറഞ്ഞു. നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്. തമിഴ്നാട് ഭരിച്ച മുഖ്യമന്ത്രിയുടെ പേരുള്ളൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട് ഭരിച്ച സ്ത്രീയായിട്ടുള്ള മുഖ്യമന്ത്രി ജയലളിത. നിങ്ങൾ വെറുതെ പോയിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് മൂവി വിനയൻ ജയലളിത എന്ന് സെർച്ച് ചെയ്യും, സിനിമ നിങ്ങൾക്ക് കിട്ടും. 1000 ചിറകുള്ള മോഹം. ഇനി അതിലെ നായകൻ ആരാണ്, ആ നായകൻ്റെ മകനായ യുവതാരം ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ചില്ല. ഈ പറയുന്ന കൂതറ സംവിധായകൻ്റെ സിനിമയിലെ നായകൻ ഇപ്പോൾ ആണൊരുത്തൻ്റെ വീര്യം കാണിക്കുന്ന മാന്യനായ നടൻ്റെ അച്ഛനായിരുന്നു. ഇപ്പോൾ മാന്യനായിട്ട് നട്ടലുറപ്പോടെ സംസാരിക്കുന്ന ഒരു യുവനായകനുണ്ടല്ലോ, 100% ഞാൻ അയാളുടെ പക്ഷത്തിരിക്കുന്ന ആളാണ്. പക്ഷേ അയാളുടെ അച്ഛൻ ഒരു കൂതറായിരുന്നു. പെൺവിഷയത്തിലെങ്കിലും അയാൾ വെറും തല്ലിപ്പൊളിയായിരുന്നു. അപ്പോൾ ഈ മറ്റേ കൂതറ സംവിധായകൻ്റെ പടത്തിൽ നായകനായിട്ട് ഇദ്ദേഹം അഭിനയിക്കുമ്പോൾ നായിക ഞാൻ നേരത്തെ പറഞ്ഞ തൊലിവെളുപ്പുള്ള നല്ല സുന്ദരിയായ നടിയായിരുന്നു. ഒരു ദിവസം ഈ നായകൻ ആ നടിയെ കൂടെ കിടക്കാൻ വിളിച്ചു. അവൾ പോയില്ല. ലൊക്കേഷനിലിട്ട് ഈ നാറി നായകൻ ആ സ്ത്രീയുടെ ചികിട്ടത്തടിക്കുമ്പോൾ ഇപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഈ നട്ടലുള്ള മോനെ ഞാനാണ് സ്റ്റാറാക്കി എന്നൊക്കെ പറയുന്ന ഈ സംവിധായകൻ ഉണ്ടല്ലോ, മാടമ്പി, അയാൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കൂടെ കിടക്കാൻ വിളിച്ചിട്ട് ചെല്ലാത്ത നായികയുടെ ചെകിട്ടത്തടിക്കുന്നു നായകൻ. മലയാള സിനിമയിൽ നടന്ന കഥകളാണെന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ സത്യം പറഞ്ഞാൽ നാറിയ 100 കഥകൾ പറയാൻ കഴിയും. നാറിയ 100 കഥകൾ പറയാൻ കഴിയും എന്ന് വെച്ചാൽ ഒരുപാട് കഥകളുണ്ട്. 100 കഥകളുണ്ടെന്ന് ഞാനതിൻ്റെ വാച്യാർത്ഥത്തിൽ എടുക്കുന്നില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ദിനേശ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവരും ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നവരും ചെയ്യുന്നത്? താങ്കൾ അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇതിനു മുന്നിലൊരു വോയിസ് ഇൻ്റർവ്യൂവിൽ, ടെലഫോണിക് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അവരേക്ക് അധിക്ഷേപിച്ചാണ് സംസാരിച്ചിരുന്നത്. അതെന്താ അവർ പറയുമ്പോൾ മാത്രമാണ് പ്രശ്നം? നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഈ വിഷയത്തിൽ ആ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നിരിക്കട്ടെ, ആ നായിക ഒരു വിഷയം അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അവരതിൻ്റെ ഒരു വിക്ടിമല്ലേ? അവർക്ക് നീതി വേണ്ടേ? വിനയൻ സംസാരിച്ചില്ലെന്നിരിക്കട്ടെ, വിനയൻ സംസാരിച്ചില്ലെങ്കിൽ അയാൾ ചെയ്തത് തെറ്റാണ്. പക്ഷേ അത്തരം പ്രവണതകളുള്ള നായകന്മാരെയും സംവിധായകന്മാരും ഒക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട എന്നാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിർപ്പുള്ളവരെ മാത്രമാണോ നിങ്ങൾ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത്? വിനയനുമായിട്ടുള്ള എതിർപ്പ് മനസ്സിലാക്കാം. ഫെഫ്കയും മാക്ടയും തമ്മിലുള്ള വിഷയം. ഈ ശാന്തിയുള്ള ദിനേശൻ ഫെഫ്കയുടെ കൂടെ നിന്ന ആളാണ്. ആ ഫെഫ്കയുടെ ഇനാഗുറേഷൻ വരെ അവിടെ എറണാകുളത്ത് ഹോട്ടലെടുത്ത് താമസിച്ച വ്യക്തിയാണ് ശാന്തിയുള്ള ദിനേശ്, അല്ലേ? ആ ഒരു വിരോധം കൊണ്ട് മാത്രമാണോ നിങ്ങൾ ഈ നീതിക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത്? ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ നിങ്ങൾ അവരെയൊക്കെ അധിക്ഷേപിക്കുകയായിരുന്നു. വിക്ടിം ഷെയ്മിങ്, ബോഡി ഷെയ്മിങ്, സ്ത്രീ വിരുദ്ധതൊക്കെ കൊണ്ട് നിങ്ങൾ അവരെ അഭിഷേകം ചെയ്യുകയായിരുന്നു, ആക്ഷേപിക്കുകയായിരുന്നു നിങ്ങൾ. ഇപ്പം നിങ്ങൾ പറയുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ 100 കഥകളുണ്ടെന്ന്. ഈ കഥകൾ അവസാനിക്കുന്നതിനെക്കുറിച്ചല്ല ഇതുവരെ പറഞ്ഞിരുന്നത്. എന്തായാലും പൃഥ്വിരാജ് ഈ വിഷയം കണ്ടാലും കേട്ടാലും കേസിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട കാരണം കാണാനുള്ള സാധ്യതയില്ല. ഈ ശാന്തിയുള്ള ദിനേശനോടൊക്കെ മത്സരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും പൃഥ്വിരാജനുണ്ടാകും. ആൾക്കെതിരെ കേസ് കൊടുത്തത് ഭാഗ്യലക്ഷ്മി മാത്രമാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്ത് കേസ് കൊടുത്തതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ആരും ഇയാൾക്കെതിരെ കേസിന് പോറില്ല. ഒന്നാമത്തെ കാരണം ഇയാൾ പറയുന്ന കാര്യം വാലിഡിറ്റി ചെയ്യാമോ ഇല്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പറയുന്നത് 1980കളിലും 70കളിലും 90കളിലും ഒക്കെ നടന്ന കുറേ കാര്യങ്ങളാണ് ഇയാൾ കഥകളായിട്ട് വന്നിരുന്ന് പറയുന്നത്. പല കഥകളും ഇതുപോലുള്ള പരദൂഷണങ്ങളാണ്. പല കഥകളും പരദൂഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ വാലിഡിറ്റി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ആരെങ്കിലും അത് വാലിഡിറ്റി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടാവും, ചില കാര്യങ്ങളുണ്ടാവും,
ചിലത് ഇയാൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അതേപോലത്തെ ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സിദ്ദിഖ് വീഴും, അങ്ങനെ ആ ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ് വരും എന്ന് കണ്ടപ്പോൾ സിദ്ദിഖിൻ്റെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂവിൽ, അഭിമുഖത്തിൽ, അവിടെ ഇരുന്ന് പത്രസമ്മേളനത്തിൽ ഇരുന്ന് സംസാരിച്ച ജഗദീഷ് തിരുവനന്തപുരത്ത് വന്നിട്ട് നേരെ സമ്മർ സാൾട്ട് അടിച്ചു. അദ്ദേഹം പറയുന്നത് പെൺ വിഷയങ്ങളിൽ ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അവരെ നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജഗദീഷിനോട് ഇങ്ങനെ കൈവച്ചിട്ട് ജഗദീഷ് സ്വയം ആലോചിക്കണം, ഞാനത് പറയാൻ യോഗ്യനാണോ എന്ന്. ഞാൻ എന്തായാലും ജഗദീഷ് സാറിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ ജഗദീഷിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില വീഡിയോകൾ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യം, പത്രസമ്മേളനത്തിൽ സിദ്ദിഖിൻ്റെ കൂടെ ഇരുന്ന ജഗദീഷ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടിട്ടില്ല ജഗദീഷിനെ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? സിദ്ദിഖിൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്നത് ജയൻ ചേർത്തലയാണ്, തൊട്ടപ്പുറത്തിരിക്കുന്നത് വിനു മോഹനാണ്, ലെഫ്റ്റ് സൈഡിൽ ജോമോളുണ്ട്, അനന്യയുണ്ട്. ഇതിൽ ജഗദീഷ് എവിടെയാണ് ഇരുന്നിരുന്നത്? ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഈ കഥ ഇദ്ദേഹം പറയണം 1.5-2 ആഴ്ച മുമ്പ് നടന്ന സംഭവത്തിൽ പകുതി സത്യം പത്രസമ്മേളനം നടത്തി ജഗദീഷ് പ്രതികരിച്ചു. ഇത് രണ്ടും നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇയാളുടെ ഒരു സപ്ലിമെൻറ്റ്, ജഗദീഷ് സിദ്ദിഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പത്രസമ്മേളനത്തിൽ കൂടെ ഇരുന്ന ആളാണ് ജഗദീഷ്. ഇതാണ് പുള്ളിക്കാരൻ്റെ ഒരു നറേഷൻ. ഒരു പകുതി സത്യം പറയുന്നു, പകുതി ഇയാളുടെ ഘടന ആഡ് ചെയ്ത് വിടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല അക്കൗണ്ടിൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഇയാൾ പറയുന്ന കാര്യങ്ങൾ. ഇയാൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ചിലത് ഇയാളുടെ സ്വന്തം ഇഷ്ടത്തിന് ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടായിരിക്കും പലരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്. കാരണം ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് നടന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ഇത് തന്നെയാണ് രജനീകാന്തിൻ്റെ വിഷയത്തിൽ അത് കാണിച്ചു കേട്ടോ. ഇയാൾ പകുതി കാര്യം പറഞ്ഞിട്ട് പകുതി ഇയാൾ ആഡ് ചെയ്യും. അന്ന് ചെയ്ത ആ വീഡിയോയിൽ ഇയാൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പൊളിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു സാധനം കേൾപ്പിച്ചു തരാം. എൻ്റെയും എൻ്റെ മോൻ്റെയും പേരിൽ ഒരു കമ്മിറ്റിയിലും പേര് വരില്ല എന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്ന മമ്മൂട്ടിമാരാണ് ഈ നാട്ടിലുള്ളത്. മമ്മൂട്ടി ഭയങ്കര അഭിമാനത്തോടെ പറയുന്നു, എൻ്റെയും എൻ്റെ മോൻ്റെയും പേര് ഹേമ കമ്മിറ്റിയിൽ വരില്ല എന്നെങ്ങനെ പറയും? ഇപ്പോൾ രാജൻ ജോസഫ് എന്ന പത്രപ്രവർത്തകൻ മമ്മൂട്ടിയെ എന്തെല്ലാം വിളിക്കുന്നു. രാജൻ ജോസഫ് എന്ന പത്രപ്രവർത്തകൻ മമ്മൂട്ടി എന്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹം ഒരു സ്ഥലത്ത് നോക്കി വായിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളും റിയാക്ഷൻ വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ ചില നോട്ട്സ് എഴുതി വെക്കും പറയാനായിട്ട്. അപ്പോൾ അത് നോക്കി വായിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതേപോലെ ഇദ്ദേഹം നോക്കി വായിക്കുകയാണ്, എൻ്റെ മകനും ഞാനും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് വന്നിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മമ്മൂട്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കാണാത്തതാണോ? 3-4 ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വാർത്തകൾ തുടർച്ചയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മിസ്സായതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് കാണുന്ന ആൾക്കാർ ആരെങ്കിലും അതൊന്ന് കമൻ്റ് ഇടണം. ഈ പറഞ്ഞ കാര്യം മമ്മൂട്ടി എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞൊരു പ്രതികരണം ഞാൻ കണ്ടത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. അത് മോഹൻലാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ മമ്മൂട്ടി വേർഷൻ, അത്രയേ ഉള്ളൂ. രണ്ടുപേർക്കും ഒരേ ഡയലോഗ് കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ രീതിയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പറയുന്ന രീതിയാണ് പത്രസമ്മേളനത്തിൽ കണ്ടത്, മമ്മൂട്ടി പറയുന്ന രീതിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത്. അല്ലാതെ വേറൊരു മാറ്റം അതിലില്ല, ഒരു നിലപാടുമില്ല. പക്ഷേ എൻ്റെ പേര്, എൻ്റെ മകൻ്റെ പേര് ഒരു കമ്മിറ്റി റിപ്പോർട്ടിലും ഇല്ല എന്ന് മമ്മൂട്ടി എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പക്ഷെ എത്ര ആധികാരികമായിട്ടാണ് ഇദ്ദേഹം നോക്കി വായിക്കുന്നത് പോലെ പറയുന്നത്. അങ്ങനെയൊന്നില്ല എങ്കിൽ ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ശൈലി, ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു രീതി. ഇങ്ങനെ അങ്ങാട് പറയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്ന പല കഥകളും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനാണോ അല്ലെങ്കിൽ ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന കഥകളാണോ എന്നെനിക്ക് തോന്നി തുടങ്ങി. അതിനുശേഷം ഞാൻ ഇയാളുടെ ചാനലുകൾ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോഴാണ് നമ്മൾ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇയാൾ ചെയ്യുന്ന വീഡിയോസ് അതിനൊക്കെ കയറി വരും. ഇപ്പോൾ ഇയാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആഞ്ഞടിക്കുകയാണല്ലോ ഇരകൾക്കെതിരെയും അതേപോലെ ചർച്ച ചെയ്യുന്നവർക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും. അവിടേക്ക് ഇയാൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നതോടെ മലയാള സിനിമയെ അധിക്ഷേപിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളുടെ ചാനലിലൂടെ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ഒരു കഥ വിനയൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. വേറെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ 2 സംവിധായകർ ആണെന്നാണ് എൻ്റെ ഓർമ്മകൾ പറഞ്ഞത്. അവരിന്ന് സംസാരിക്കുകയാണ്, തർക്കിക്കുകയാണ്. ഇയാളൊരു സൈഡിൽ നിന്നിട്ട് സ്ക്രിപ്റ്റ് പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ തർക്ക വിഷയമെന്ന് പറയുന്നത്
ഒരു സ്ത്രീയെ ആരാണ് ആദ്യം ചൂഷണം ചെയ്തത്, അത് ഞാനാണോ നീയാണോ എന്ന രീതിയിലാണ് ഈ രണ്ട് സംവിധായകർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സാധാരണ ഡയലോഗ് എന്ന് പറയുന്നത് ഞാൻ ചെന്നിട്ട് കർണക്കുട്ടി അടിച്ച് പൊട്ടിച്ചേനെ, ചവിട്ടി പുറത്താക്കിയേനെന്നൊക്കെ പറയും. ഒരു സ്ത്രീയോട് ഇദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ആ ഒരു വോയിസ് ഇൻ്റർവ്യൂവിൽ, നിന്നെ ചവിട്ടിക്കൂട്ടുന്നോ ചവിട്ടിത്താഴ്ത്തിടുന്നോ അങ്ങനെ എന്തൊക്കെ. ഇയാൾ എന്തേ ആ രണ്ട് സംവിധായകരെ പോയി ചവിട്ടിക്കൂട്ടാഞ്ഞത് അല്ലെങ്കിൽ കർണക്കുട്ടി അടിച്ച് പൊട്ടിക്കഴിഞ്ഞത്? എന്നിട്ട് വന്നിരുന്ന ഈ തള്ളലാണ്. ബാക്ക് ടു ദ ടോപ്പിക്. ഈ വിഷയത്തിൽ ഒരു പെണ്ണ് വിക്റ്റിമായിട്ടുണ്ട്, രണ്ടുപേര് ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയ്ക്കൊന്നും സംഭവിക്കുന്നില്ലേ ദിനേശ്? വിക്ടിംസ് തുറന്നു പറയുമ്പോഴാണോ മലയാള സിനിമയ്ക്ക് മോശമാവുന്നത്? നിങ്ങളെപ്പോലുള്ള പരദൂഷകർ പറഞ്ഞാൽ ഒരു പ്രശ്നം പറ്റുന്നില്ലേ? മറ്റൊരു കാര്യം പറയുന്നത് മറുപടി എന്ന സിനിമയിലുണ്ടായ ഒരു അനുഭവമാണ്. മറുപടി എന്ന സിനിമയിൽ വിദേശത്തുള്ള ഒരു മലയാളി അഭിനയിക്കാനുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാം, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സംവിധായകൻ പറഞ്ഞു എന്ന് ശാന്തിവിള ദിനേശനെ ഫോൺ ചെയ്ത് പറഞ്ഞു എന്നൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. അതും ചൂഷണം തന്നെയല്ലേ? ചൂഷണം തന്നെയല്ലേ? കിടന്നു കൊടുക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം. ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഈ ലൈംഗിക ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അത് ഇരകൾ പറയുമ്പോൾ വ്യവസായത്തെ തകർക്കുന്നു, നിങ്ങൾ പറയുമ്പോൾ വ്യവസായത്തെ അങ്ങോട്ട് സമുദ്ധരിക്കുന്നു. എന്നാ നിലപാടാടേ? എന്താ പറയുക, മലയാള സിനിമയെ ആകെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മലയാള സിനിമയെ അപഹാസ്യമാക്കുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ ചർച്ചയും എല്ലാ ദിവസവും രാവിലെ ഒരു 2-3 പെണ്ണുങ്ങൾ ഇറങ്ങി പീഡിപ്പിച്ച കഥ പറയും. 15 വർഷം മുമ്പ്, സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഇയാളുടെ ഈ പരമ നാറിത്തരം എന്ന് പറയുന്നത്? വിക്ടിം ഷെയ്മിംഗ് ആണ്. ഈ തുറന്നു പറയുന്നവർക്ക് അധിക്ഷേപിക്കുക. ചിലപ്പോൾ ഈ തുറന്നു പറയുന്നവരെല്ലാവരും തന്നെ ജെന്യുവിൻ ആയിരിക്കണമെന്നില്ല. എനിക്കും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്, ചിലരുടെ ജെന്യുവിനിറ്റിയുടെ കാര്യത്തിൽ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇയാളടക്കം പറയുന്ന 100 കണക്കിന് നാറിയ കഥകളുണ്ട്. 2 സംവിധായകർ തമ്മിൽ തർക്കിച്ചു ഒരു പെണ്ണിനെ ആരാണ് ആദ്യം ചൂഷണം ചെയ്തത് എന്നറിയാനായിട്ട്. അപ്പം ചൂഷണം ചെയ്യപ്പെടുന്നവരുണ്ടല്ലോ, അവർ നടത്തുന്ന വെളിപ്പെടുത്തലിനെയാണ് ഇയാൾ വന്നിരുന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എന്നൊക്കെ. എൻ്റെ അറിവിൽ ഈ വെളിപ്പെടുത്തലൊക്കെ 2000-ന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതേപോലെ പഴയ ചില കാര്യങ്ങൾ നടിമാർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും പരാതികളായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീസെൻ്റായ കാര്യങ്ങളാണ്, 2000-ന് ശേഷമുള്ള കാര്യങ്ങളാണ് പലതും. എളിബിനി എൻ്റെ കഥ പറയുന്നുണ്ടല്ലോ, അത് 1989 ഇറങ്ങിയ സിനിമയുടെ കാര്യമല്ലേ പറയുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, അതിൽ നിങ്ങൾക്കൊരു നാറിയ തരവും കാണുന്നില്ല. നിങ്ങൾ പറയുമ്പോൾ എല്ലാം വെട്ടിത്തുറന്ന് പറച്ചിലാണ്, മുഖം നോക്കാതെ പറച്ചിലാണ്, തുറന്നു പറച്ചിലാണ്. ശാന്തിവിള ദിനേശൻ വെട്ടിത്തുറന്നടിക്കുന്നു. ബാക്കിയുള്ളവർ പറയുമ്പോൾ അത് അധിക്ഷേപം. സന്ധ്യയ്ക്ക് ഈ കുമ്പിടി ജഗതി നന്ദനത്തിൽ ചെയ്ത കുമ്പിടിയെ പോലെ ഒരേ ഡ്രസ്സ് ഇട്ട് 5 ചാനലിലൊക്കെയാണ് ചില സ്ത്രീകൾ ഇരിക്കണേ. ഒരേ ഡ്രസ്സ് ഇട്ട് 5 ചാനലിൽ വരുന്ന ഒരു കുമ്പിടികളാണ് എങ്കിൽ ഈ ശാന്തിവിള ദിനേശൻ എമ്മാതിരി കുമ്പിടിയായിരിക്കും. മലയാള സിനിമയിലെ വിഗതകുമാരൻ മുതൽ ഈ കഴിഞ്ഞ ദിവസം റിലീസായ സിനിമകളിൽ വരെയുള്ള കഥകൾ ഇയാൾ വന്നിരുന്നു പറയും. നടിയും നടനും സംസാരിക്കുമ്പോൾ ഞാൻ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, സംവിധായകർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പ്രൊഡ്യൂസർ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ടീം സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ശാന്തിവിള ദിനേശനുണ്ട്, എല്ലാ സിനിമയുടെ സെറ്റിലും ഉണ്ട്, എല്ലാ കഥകളും നടക്കുമ്പോഴും അവിടെ ശാന്തിവിള ദിനേശനുണ്ട്. നിങ്ങളാര് കുമ്പിടി പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററോ? എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായങ്ങളായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.